ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് 2 പേപ്പർ ഉണ്ടാക്കിയ പേപ്പർ പോട്ടാണ്. അപ്പോൾ ഒന്ന് അരി വെച്ചു, ഒന്ന് പിസ്ത തോട് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കി. ഇത് ഈസി ഉണ്ടാക്കാനായിട്ട് നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ എടുത്തേക്കെന്ന് നോക്കാം. പിസ്തയുടെ ഷെല്ല് എടുത്തിട്ടുണ്ട് കുറച്ച്, അതിൻ്റെ ആ ബ്രൗൺ കളറൊക്കെ മാറ്റിയിട്ട് എടുക്കണം. പിന്നെ ഞാനിവിടെ വൈറ്റ് റൈസാണ് എടുത്തേക്കുന്നത്. വെള്ള അരി, നിങ്ങൾക്ക് അല്ലാതെ കളർ വേണമെങ്കിലും എടുക്കാം, ഏതരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കുറച്ച് പേപ്പർ കട്ട് ചെയ്തത്, 2 ബലൂൺ, പിന്നെ സ്പ്രേ പെയിൻറ്റും ഫെവിക്കോളും സാദാ പെയിൻറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ബലൂൺ ഒന്ന് വീർപ്പിച്ചെടുക്കാം. അത് പോട്ടിൻ്റെ നമുക്ക് ഏത് സൈസിൽ അളവ് വേണം ആ ഒരു അളവിൽ ബലൂൺ വീർപ്പിച്ചെടുക്കാം. ബലൂണൊക്കെ വീർപ്പിച്ചൊക്കെ ഏഞ്ചലാണ് കേട്ടോ. ഏഞ്ചൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഇൻട്രസ്റ്റോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ ബലൂൺ ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിന് വീർപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഓരോ പേപ്പർ നമ്മൾ മുറിച്ച് വെച്ച പേപ്പറുണ്ടല്ലോ, അതെടുത്ത് നല്ലതുപോലെ പശ തേച്ചിട്ട് ബലൂണിൽ ഒട്ടിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഒട്ടണം അതിൻ്റെ അകത്ത്. അത് ഒട്ടിക്കുമ്പോൾ ആ മുകൾ ഭാഗം, നമ്മൾ ആ കെട്ടിയ ഭാഗം ഉണ്ടല്ലോ, അത് വിട്ടിട്ട് വേണം ഒട്ടിക്കാൻ. ഇങ്ങനെ നമുക്ക് ആദ്യം ഒരു ലെയർ മൊത്തം ഒട്ടിക്കണം. അതിന് ശേഷം അതിൻ്റെ പുറത്ത് 3-4 ലെയറെങ്കിലും ഒട്ടിക്കണം. കാരണം നമ്മളിതിൽ സിമെൻ്റ് ഒന്നും ചേർക്കുന്നില്ലല്ലോ. ഈ ഒരു കട്ടിയാണ്, നമുക്ക് പേപ്പറിൻ്റെ ഒരു കട്ടിയാണ് ഈ പോട്ടിന് വേണ്ടത്. അപ്പം നമ്മൾ 4 ലെയർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഫാനിൻ്റെ കീഴിരുന്നത്, വെയിലത്തൊന്നും വെക്കേണ്ട, അത് ചിലപ്പോൾ ഇളകി ഇങ്ങനെ ഷേപ്പ്ലെസ് ആയിപ്പോൾ. ഫാനിൻ്റെ കീഴിരുന്ന് ഒന്ന് ഉണങ്ങണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു റൗണ്ട് ഷേപ്പുള്ള ഏതെങ്കിലും ഒരു പാത്രം, ഒരു കുപ്പിയുടെ അടപ്പോ പാത്രമോ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഒരു അളവിൽ ഒന്ന് വരച്ച് കൊടുക്കാം. അതിൻ്റെ നടുക്ക് വെച്ചിട്ട് നമ്മുടെ പോട്ടിൻ്റെ ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വരച്ച ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടെ നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് ലെവലാക്കാവുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ബലൂൺ ഇതിൽ നിന്ന് ഒട്ടി തന്നെ ഇരിപ്പുണ്ട്, അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് കമത്തി വെച്ചിട്ട് ഈ അടിഭാഗം കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോട്ടൊന്ന് ടേബിളിൻ്റെ പുറത്തൊക്കെ വയ്ക്കുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പോട്ട് ഇവിടെ റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഷെല്ല് ഒട്ടിച്ച് കൊടുക്കാം. പിസ്തയുടെ ഷെല്ല് ഓരോന്നെടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ മുകളിലോട്ട് വരത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ ഒട്ടിക്കേണ്ടത്. ഒട്ടിക്കുന്നതൊക്കെ ഏഞ്ചലാണ്. അപ്പം നല്ലതുപോലെ പശ ഇതിൽ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതിന് സൂപ്പർ ഗ്ലൂ ഒന്നുമല്ല, ഫെവിക്കോൾ തന്നെയാണ് നല്ലത്. അപ്പോൾ ഇത് ഒട്ടിയിരിക്കാൻ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. നമ്മൾ ഈ കുറച്ച് മുകളിലോട്ട് നിൽക്കണം, പോട്ടിനെക്കാട്ടും കുറച്ചൊരു മുകളിലോട്ട് ഈ പിസ്തയുടെ തോട് നിൽക്കണം. അന്നേരമാണ് നമ്മുടെ പോട്ടിന് ഒരു ഭംഗി വരുന്നത്. അപ്പോൾ ഇതുപോലെ മൊത്തവും നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒട്ടിച്ചാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞ് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്കിതിൽ പെയിൻ്റ് അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ കണക്കൊരു പോട്ടിനകത്ത് ഈ ഷെല്ല് ഒട്ടിച്ച് വെച്ചതാണ്. ഇത് ഒരു 2 മണിക്കൂർ ആയതാണ്. ഇത് നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നേരത്തെ ചെയ്ത് വെച്ചിട്ട് വേണം പെയിൻ്റ് അടിക്കാനായിട്ട്, അല്ലെങ്കിൽ അതെല്ലാം ഇളകിപ്പോവും. അപ്പം നമുക്കിനി അടുത്ത പോട്ടിനകത്തോട്ട് റൈസ് കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ആ പോട്ടിനകത്ത് നല്ലതുപോലെ പശ ഒട്ടിച്ചു കൊടുക്കാം. ഈ പേപ്പറിൻ്റെ മുകളിലോട്ടും സൂപ്പർ ഇത് ഫെവിക്കോൾ നല്ലതുപോലെ തേച്ച് കൊടുക്കണം. അപ്പം നല്ലതുപോലെ തേച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ അരി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ അരിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് വേണമെങ്കിൽ എടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇത് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെറുതെ ഇങ്ങനെ പശയുടെ മുകളിലോട്ട് ഇങ്ങനെ അരി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇതുപോലെ നമുക്ക് പശ തേച്ചിട്ട് ഒട്ടിച്ച് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അരി അവിടെ ഒട്ടിയിരുന്നുള്ളൂ. ഇത് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും, ഒരു 10-15 മിനിറ്റ് കൊണ്ട് അതങ്ങ് ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഇങ്ങനെ എല്ലാ കുട്ടികൾക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈസി ആയിട്ട്
ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിതിന് സിമെൻ്റ് ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ മറ്റേതിൻ്റെ കണക്ക് തന്നെ നമ്മുടെ പിസ്താടെ പോട്ട് നമ്മൾ ഉണ്ടാക്കിയില്ല. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്തല്ലോ, അത് ഇരിക്കാൻ വേണ്ടി. അതുപോലെ ഇതിലും ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല, പശയും തേക്കണ്ട. ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തെ ഫാനിൻ്റെ കീഴിൽ വയ്ക്കുമ്പോഴത്തേ തന്നെ അത് ഉണങ്ങി കിട്ടും. അപ്പോഴത്തേക്ക് നമ്മുടെ പിസ്താടെ പോട്ടിൽ നമുക്ക് പെയിൻ്റ് അടിക്കാം. അപ്പോൾ പെയിൻറ്റ് ഏത് കളർ വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിവിടെ ചുവപ്പ് കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പെയിൻ്റ് അടിക്കുമ്പം ഗ്ലൗസ് ഇടണം, പിന്നെ മാസ്ക് വെക്കണം. കാരണം അലർജിയൊക്കെ ചിലർക്ക് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ മണമൊക്കെ കേട്ട് അലർജി ഉണ്ടാകുന്നവർക്ക് മാസ്ക് ഒക്കെ വയ്ക്കണം കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ പെയിൻ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കഴിവതും കുട്ടികൾ പെയിൻ്റ് അടിക്കാൻ വലിയവരുടെ സഹായം തേടുക, കുട്ടികൾ അടിക്കാതിരിക്കുക. ഇങ്ങനെ എല്ലായിടും പെയിൻറ്റ് പറ്റി ഇരിക്കത്തക്ക രീതിയിൽ അടിക്കണം. പെയിൻ്റ് അടിക്കാനൊന്നും എനിക്കത്ര ഇതായിട്ട് അറിയത്തില്ല. അപ്പോൾ എന്നെക്കാട്ടി നല്ലതുപോലെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ അകത്തോട്ടിട്ടിട്ടിങ്ങനെ പോട്ടൊന്ന് കറക്കി കറക്കി എല്ലാ ഭാഗത്തും അത് അടിച്ചു കൊടുക്കണം. ഇത് വാട്ടർ കളർ വേണം, വാട്ടർ കളർ പെയിൻ്റ് ആണെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ ചെറിയ ബോട്ടിലൊക്കെ ഇങ്ങനെ ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടും കുട്ടികൾക്കൊക്കെ അടിക്കാൻ. അപ്പോൾ നല്ല റെഡ് കളറായിട്ട് നമ്മൾ മൊത്തം ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അത് നമ്മൾ ഈ ഇടയ്ക്കൊക്കെ വിട്ടുപോയ ഭാഗത്ത് ഒന്നുകൂടെ ഒന്ന് പെയിൻ്റൊക്കെ ഒന്നുകൂടെ തൂത്ത് കൊടുക്കണം. നമ്മുടെ പെയിൻ്റ് അടി ഏതാണ്ട് കഴിഞ്ഞു ഒരുവിധം. അപ്പം നമ്മൾ അടിയിൽ നമ്മൾ പിസ്താടെ ഷെല്ല് ഒട്ടിച്ചിട്ടില്ലായിരുന്നു, പ്രസ് ചെയ്തപ്പോൾ അതവിടെ നമുക്ക് പെയിൻറ്റിങ് മാത്രം തൂത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്ന സ്ഥലമുണ്ടല്ലോ, പേപ്പർ കാണുന്ന സ്ഥലം, അവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബ്രഷ് ഒന്ന് പെയിൻറ്റ് മുക്കിയിട്ടൊന്ന് നല്ലോണം ഒന്ന് കുത്തി കൊടുത്താൽ, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഹോളിലൊക്കെ പെയിൻറ്റ് പറ്റും. അപ്പോൾ അന്നേരം അതിൻ്റെ ഇതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ പെയിൻ്റ് അടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഷീറ്റൊക്കെ അടിയിൽ ഇട്ടിട്ട് ടേബിളിൻ്റെ പുറത്തൊക്കെ ഇട്ടിട്ട് വേണം അടിക്കാൻ. ഇപ്പോൾ നല്ലതുപോലെ നമ്മൾ പെയിൻറ്റ് എല്ലായിടും അടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗോൾഡൻ കളറിലെയും കുറച്ച് സിൽവർ കളറിലെയും ചെറിയ മുത്തുണ്ടായിരുന്നു, അത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിന് പശയൊന്നും ചേർക്കേണ്ട കാര്യമില്ല, കാരണം ഈ പെയിൻറ്റിൽ തന്നെ ഇത് ഒട്ടിയിരുന്നോളും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ സീക്വൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്താ നമ്മുടെ കയ്യിൽ കുട്ടികളുടെ കയ്യിലൊക്കെ കുറേ സാധനങ്ങൾ എന്തെങ്കിലും കാണും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി പേളാണെങ്കിൽ വലിയ ക്രീം കളറിലെ പേളൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ കുറേ കൂടെ ഭംഗിയായിരിക്കും. ഇപ്പോൾ ഈ ഗോൾഡൻ കളറും റെഡും കൂടെ ആയപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മുടെ പോട്ട്. അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഉണങ്ങണം ഇത്. അപ്പോഴത്തേക്ക് നമ്മുടെ റൈസിൻ്റെ പോട്ട് ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് സ്പ്രേ പെയിൻ്റാണ് ഞാൻ ചെയ്യുന്നത്. അത് പെയിൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് കുട്ടികളൊന്നും ഇത് എടുത്ത് ചെയ്യരുത് കേട്ടോ. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്ലൗസൊക്കെ ഇടണം, സ്മെല്ലൊക്കെ നല്ലതുപോലെ വരും. ഈ ഒരു സിൽവർ ഗോൾഡൻ കളറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലായിടും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മുടെ പെയിൻ്റ് എല്ലായിടും സ്പ്രേ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഗ്ലൗസിൻ്റെ കയ്യിലും ഒക്കെ ആയിട്ടുണ്ട്. ഇതിനി ഒന്ന് ഉണങ്ങണം. ഇത് വേഗം ഉണങ്ങും, 1 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേ അത് ഉണങ്ങിക്കിട്ടും. അങ്ങനെ നമ്മുടെ 2 പോട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള പോട്ടാണ്. നമുക്ക് അധികം ചിലവൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഫ്രീ ടൈമിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ടെൻഷനൊക്കെ മാറിക്കിട്ടും. എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഇരിക്കുക എല്ലാവരും. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ ഒരു സന്തോഷമില്ലയോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക, കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ചെയ്യാൻ പ്രോത്സാഹനം കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സ്പോഞ്ചൊക്കെ അകത്ത് വെച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ഇതേണക്ക് ഫ്ലവർ വാസൊക്കെ ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ അകത്തോട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പോൾ ഞാനിതും രണ്ടും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ
ഡൈനിങ് ടേബിളിൻ്റെ പുറത്തോ സ്വീകരണ മുറിയിലോ ഒക്കെ വയ്ക്കാൻ പറ്റിയൊരു പോട്ടാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.